എക്കാലയിൽ ട്രാവൽ ബ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രാവശ്യം നമ്മൾ പോകുന്നത് ആമ്പൽ പൂക്കൾ തേടിയാണ്. വളരെ മനോഹരമായ കാഴ്ചയാണ്. നമ്മൾ പോകുന്നത് കോട്ടയം ജില്ലയിലെ ഒരു മനോഹരമായ ഗ്രാമത്തിലേക്കാണ്. ഈ ഗ്രാമം കാലാനുസൃതമായി പൂക്കുന്ന നിംഫിയ സ്റ്റെല്ലാറ്റ വാട്ടർ ലില്ലികൾ കൊണ്ട് പ്രശസ്തമാണ്. കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഗ്രാമമായ മലരിക്കൽ പ്രദേശത്തിന്റെ പ്രകൃതി സൗന്ദര്യം, പരമ്പരാഗത ജീവിതശൈലി, സമ്പന്നമായ സാംസ്കാരിക പൈതൃകം എന്നിവ പ്രദർശിപ്പിക്കുന്ന ഒരു സവിശേഷവും ആഴത്തിലുള്ളതുമായ ടൂറിസം അനുഭവം പ്രദാനം ചെയ്യുന്നു. മലരിക്കൽ എന്നതിൻ്റെ പദോൽപത്തി മലയാള ഭാഷയിൽ വേരൂന്നിയതാണ്. മലർ എന്നാൽ പുഷ്പം എന്നും തിക്കൽ എന്നത് ഭൂമിയുമായോ സ്ഥലവുമായോ ബന്ധപ്പെട്ടിരിക്കാം. അതിനാൽ മലരിക്കൽ എന്നതിനെ പൂക്കളുടെ നാഡി അല്ലെങ്കിൽ പുഷ്പഭൂമി എന്ന് വ്യാഖ്യാനിക്കാം. പൂവിടുമ്പോൾ പ്രദേശത്തെ മനോഹരമായ ഒരു പുഷ്പഭൂപ്രകൃതിയാക്കി മാറ്റുന്ന ജലലില്ലികളുടെ, പ്രത്യേകിച്ച് നിംഫിയ സ്റ്റെല്ലാറ്റയുടെ ഊർജ്ജസ്വലമായ പൂവിന് മലരിക്കലിൻ്റെ പ്രശസ്തി കണക്കിലെടുക്കുമ്പോൾ ഈ പേര് പ്രത്യേകിച്ചും അനുയോജ്യമാണ്. ശാന്തമായ കായലുകൾ, സമൃദ്ധമായ നെൽപ്പാടങ്ങൾ, ഊർജ്ജസ്വലമായ സമൂഹജീവിതം എന്നിവയ്ക്ക് പേരുകേട്ട മലരിക്കൽ ആധികാരിക കേരള അനുഭവം തേടുന്ന സഞ്ചാരികൾക്ക് ഒരു ജനപ്രിയ സ്ഥലമായി മാറിയിരിക്കുന്നു. സുസ്ഥിരവും ഉത്തരവാദിത്തമുള്ളതുമായ ടൂറിസത്തോടുള്ള ഗ്രാമത്തിന്റെ പ്രതിബദ്ധത സന്ദർശകർക്ക് അതിന്റെ പാരിസ്ഥിതികവും സാംസ്കാരികവുമായ സമഗ്രത സംരക്ഷിക്കുന്നതിനൊപ്പം അതിന്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പുതുതായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. വീഡിയോ മുഴുവനായി കാണുക. മലരിക്കൽ പരമ്പരാഗത കേരള ഗ്രാമീണ ജീവിതത്തിലേക്ക് ഒരു യഥാർത്ഥ കാഴ്ച നൽകുന്നു. അവിടെ സന്ദർശകർക്ക് പ്രാദേശിക സമൂഹവുമായി ഇടപഴകാനും പ്രദേശത്തിന്റെ സാംസ്കാരിക പൈതൃകവും ജീവിതരീതിയും എടുത്തുകാണിക്കുന്ന വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും കഴിയും. ഹൗസ് ബോട്ട്, കനോ റൈഡുകൾ. മലരിക്കലിന്റെ ഭംഗി അനുഭവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് കായലിലൂടെ ഹൗസ് ബോട്ട് അല്ലെങ്കിൽ കനോ റൈഡ് നടത്തുക എന്നതാണ്.
ജലപാതകൾ പര്യവേക്ഷണം ചെയ്യുന്നതിനുള്ള വിശ്രമകരവും ആഴത്തിലുള്ളതുമായ ഒരു മാർഗം ഈ റൈഡുകൾ നൽകുന്നു. ഭൂപ്രകൃതിയുടെ അതിശയകരമായ കാഴ്ചകളും പ്രാദേശിക ജീവിതം അടുത്തറിയാനുള്ള അവസരവും നൽകുന്നു. നെല്ല് നടിയിൽ വിളവെടുപ്പ്, തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട സാങ്കേതിക വിദ്യകളെയും രീതികളെയും കുറിച്ച് പഠിക്കൽ തുടങ്ങിയ പരമ്പരാഗത കാർഷിക പ്രവർത്തനങ്ങളിൽ സന്ദർശകർക്ക് പങ്കെടുക്കാം. ഈ അനുഭവത്തിലൂടെ പ്രദേശത്തിന്റെ കാർഷിക സംസ്കാരത്തെക്കുറിച്ചും കേരളത്തിലെ നെൽകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ആഴത്തിലുള്ള ധാരണ ലഭിക്കും. നീലതാമര, നക്ഷത്രതാമര, ചുവന്ന വാട്ടർ ലില്ലി, കുള്ളൻ അക്വേറിയം ലില്ലി, നീല വാട്ടർ ലില്ലി, നീല നക്ഷത്ര വാട്ടർ ലില്ലി എന്നിങ്ങനെ സാധാരണയായി അറിയപ്പെടുന്ന നിംഫിയ സ്റ്റെല്ലാറ്റയുടെ അതിശയകരമായ പൂക്കൾക്ക് പേരുകേട്ടതാണ് മലരിക്കൽ. നിംഫിയ ജനുസിൽപ്പെടുന്ന ഈ മനോഹരമായ വാട്ടർ ലില്ലി അതിന്റെ തിളക്കമുള്ള നിറങ്ങൾക്കും നക്ഷത്രസമാനമായ രൂപത്തിനും പേരുകേട്ടതാണ്. ഈ പൂക്കളുടെ സീസണൽ പൂവിടൽ മലരിക്കലിനെ ഒരു മനോഹരമായ ഭൂപ്രകൃതിയാക്കി മാറ്റുന്നു. ഈ പ്രകൃതിദൃശ്യം കാണാൻ ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാരികളെയും പ്രകൃതിസ്നേഹികളെ വളരെ ആകർഷിക്കുന്നു. വിശാലമായ നെൽവയലുകൾ, ശാന്തമായ കായലുകൾ, ഇടതൂർന്ന തെങ്ങിൻ തോപ്പുകൾ എന്നിവ ഉൾപ്പെടുന്ന അതിശയകരമായ പ്രകൃതിദൃശ്യങ്ങൾക്ക് മലരിക്കൽ പ്രശസ്തമാണ്. ഗ്രാമത്തിന്റെ ഉജ്ജ്വലമായ പച്ചപ്പും ശാന്തമായ അന്തരീക്ഷവും ശാന്തവും പുനരുജ്ജീവിപ്പിക്കുന്നതുമായ ഒരു വിനോദയാത്രയ്ക്ക് അനുയോജ്യമായ പശ്ചാത്തലം നൽകുന്നു. മലരിക്കലിലെ നെൽവയലുകൾ കാണാൻ ഒരു കാഴ്ചയാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത് അവ വെള്ളത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ കണ്ണാടി പോലുള്ള പ്രഭാവം സൃഷ്ടിക്കുന്നു. നെൽച്ചെടികൾ വളരുമ്പോൾ വയലുകൾ തിളക്കമുള്ള പച്ചപ്പായി മാറുന്നു. ഫോട്ടോഗ്രാഫിക്ക് അനുയോജ്യമായ മനോഹരമായ കാഴ്ചകൾ നൽകുന്നു. കേരളത്തിലെ ഏറ്റവും വിസ്തൃതവും മനോഹരവുമായ വേമ്പനാട് കായലിന്റെ ഭാഗമാണ് ഈ ഗ്രാമം. സന്ദർശകർക്ക് ബോട്ടിൽ കായൽ കാഴ്ചകളും ശാന്തമായ വെള്ളവും സമൃദ്ധമായ പക്ഷിമൃഗാദികളും തീരത്ത് താമസിക്കുന്ന പ്രാദേശിക സമൂഹങ്ങളുടെ പരമ്പരാഗത ജീവിതശൈലിയും ആസ്വദിക്കാം. മലരിക്കൽ റോഡ് മാർഗം മികച്ച രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ പ്രധാന പട്ടണങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും എളുപ്പത്തിൽ എത്തിച്ചേരാം. ഏറ്റവും അടുത്തുള്ള നഗരം കോട്ടയമാണ്.
മലരിക്കലിലെ താമസ സൗകര്യങ്ങൾ ബജറ്റ് ഹോം സ്റ്റേകൾ മുതൽ ഇടത്തരം ഹോട്ടലുകൾ, പരിസ്ഥിതി സൗഹൃദ ലോഡ്ജുകൾ വരെയാണ്. ഈ സ്ഥാപനങ്ങളിൽ പലതും ആധുനിക സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു, കൂടാതെ മനോഹരമായ സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. സന്ദർശകർക്ക് സുഖകരവും ആഴത്തിലുള്ളതുമായ താമസം പ്രദാനം ചെയ്യുന്നു. മലരിക്കൽ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. കാലാവസ്ഥ തണുപ്പും സുഖകരവുമാണ്. ഇത് കാഴ്ചകൾക്കും വെളിയിലുള്ള പ്രവർത്തനങ്ങൾക്കും അനുയോജ്യമാണ്. മഴക്കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കനത്ത മഴ പെയ്യുന്നു. ഇത് പ്രകൃതി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു, പക്ഷേ ചില പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമല്ല. സന്ദർശകർ പ്രാദേശിക ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും ബഹുമാനിക്കണം. പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോഴും മതപരമായ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴും പ്രാദേശിക ആതിഥേയരുടെയും ഗൈഡുകളുടെയും മാർഗനിർദ്ദേശം പാലിക്കണം. ഗ്രാമം പര്യവേക്ഷണം ചെയ്യുമ്പോഴും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും പ്രകൃതി പരിസ്ഥിതിയെ ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. ഉചിതമായ പാദരക്ഷകൾ ധരിക്കുക, ജലാംശം നിലനിർത്തുക, പ്രാദേശിക ഗൈഡുകളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ നെൽപ്പാടങ്ങളെ പിങ്ക്, വെള്ള നിറങ്ങളിലുള്ള പൂക്കളുടെ കടലാക്കി മാറ്റുന്ന സീസണൽ വാട്ടർ ലില്ലി പൂക്കൾക്ക് പേരുകേട്ടതാണ് മലരിക്കൽ. വെള്ളത്തിനടിയിലുള്ള വയലുകളിലൂടെ ഒരു നാടൻ ബോട്ട് സവാരി നടത്തി സന്ദർശകർക്ക് ഈ കാഴ്ച അനുഭവിക്കാൻ കഴിയും. മഴക്കാലത്ത് അതിരാവിലെയാണ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ചില സ്ഥലങ്ങളിൽ ബോട്ട് നിർത്തി നമുക്ക് പൂക്കൾ പറിക്കാൻ അവസരം ഉണ്ടാക്കിത്തരും. ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ വാട്ടർ ലില്ലികൾ എല്ലാ വർഷവും പൂക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ. ഇത് മൺസൂൺ സീസണിൽ ഇത് ഒരു ജനപ്രിയ സ്ഥലമാക്കി മാറ്റുന്നു. ഇവിടെ ലില്ലീസ് തടാകം ആണ് പ്രധാന ആകർഷണം. അവിടെ ദശലക്ഷക്കണക്കിന് പിങ്ക്, വൈറ്റ് വാട്ടർ ലില്ലികൾ ഏകദേശം 650 ഏക്കർ വെള്ളത്തിനടിയിലായ നെൽപ്പാടങ്ങൾ ഉൾക്കൊള്ളുന്നു. സന്ദർശകർക്ക് ഒരു അദ്വിതീയ കാഴ്ചയ്ക്കായി ലില്ലിപ്പാടങ്ങളിലൂടെ ഒരു സാധാരണ വഞ്ചിയിലോ മോട്ടോർ ബോട്ടിലോ സവാരി നടത്താം. സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏറ്റവും ഊർജ്ജസ്വലമായ പ്രദർശനത്തിനായി അതിരാവിലെ ഏകദേശം 7 മണിക്ക്. ഉച്ചതിരിഞ്ഞുള്ള ചൂടും ജനക്കൂട്ടവും എത്തുന്നതിന് മുമ്പ് സന്ദർശിക്കാൻ ശ്രമിക്കുക. ബോട്ട് സവാരി തടാകത്തിന്റെ ആരംഭസ്ഥാനത്ത് ബോട്ട്മാൻമാർ ലഭ്യമാണ്. സാധാരണയായി സവാരികൾ ഏകദേശം 1 മണിക്കൂർ നീണ്ടുനിൽക്കും. മലരിക്കൽ എന്ന ഊർജ്ജസ്വലമായ ഗ്രാമം കാണാൻ മനോഹരമായ ഒരു കാഴ്ചയാണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ വിശാലമായ കോട്ടയം ജില്ലയിലെ ഈ വിചിത്രമായ ചെറിയ ഗ്രാമത്തിലെ വയലുകൾ തിരക്കേറിയ വിനോദസഞ്ചാര പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറുന്നു. പീക്ക് സീസണിൽ കോട്ടയത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉയർന്ന തോതിലുള്ള ആവേശകരമായ വിനോദസഞ്ചാര പ്രവർത്തനങ്ങളാൽ നിറഞ്ഞിരിക്കും.
തിരക്കേറിയ കോട്ടയം ജില്ലയിലെ സാംസ്കാരിക പൈതൃകവും തിളങ്ങുന്ന പ്രകൃതിദൃശ്യങ്ങളും ലോകമെമ്പാടുമുള്ള പൗരന്മാരുടെ കണ്ണുകളെ ആകർഷിക്കുന്ന മലരിക്കലിന്റെ വലുതും വിശാലവുമായ വാട്ടർ ലില്ലിപ്പൂക്കളുടെ വയലുകൾക്ക് അനുയോജ്യമായ പശ്ചാത്തലമാണ്. കിലോമീറ്ററുകളോളം നീണ്ടുനിൽക്കുന്ന നിശബ്ദമായി ഒഴുകുന്ന കേരളത്തിലെ ലില്ലി തടാകത്തിന്റെ നിശ്ചലവും തെളിഞ്ഞതുമായ ജലാശയം സങ്കൽപ്പിക്കുക. മനോഹരമായ പിങ്ക് വാട്ടർ ലില്ലികൾ ഒന്നൊന്നായി വെള്ളത്തിൽ മുളയ്ക്കുമ്പോൾ മൃദുവായ അലകളാൽ നിറഞ്ഞിരിക്കുന്നു. താമസിയാതെ തടാകത്തിന്റെ ഉപരിതലം അവയാൽ മൂടപ്പെടും. ജലത്തിന്റെ ഉപരിതലത്തിൽ സൗമ്യമായി വസിക്കുന്ന ഒരു മൃദുലമായ മേലാപ്പ് പോലെ. ആദ്യത്തെ വിനോദസഞ്ചാര കാൽപ്പാടങ്ങൾ കോട്ടയത്തെ മലരിക്കൽ തീരത്ത് എത്തുമ്പോൾ ലില്ലി തടാകം അവരെ പൂർണ്ണമായി പൂത്തുലഞ്ഞു സ്വാഗതം ചെയ്യുന്നു. കോട്ടയത്ത് ചെലവഴിച്ച കാലത്തിന്റെ ഊർജ്ജസ്വലമായ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാൻ ആവേശഭരിതരായ വിനോദസഞ്ചാരികൾ അവരുടെ പൂത്തുലഞ്ഞ താമരപ്പൂക്കൾ ശേഖരിക്കുമ്പോൾ നിശ്ചല ജലത്തിന്റെ ഉപരിതലത്തിൽ അലകൾ പൊങ്ങിക്കിടക്കുന്നു. കോട്ടയത്തിനും കുമരകത്തിനും ഇടയിലാണ് മലരിക്കൽ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്തെയും കുമരകത്തെയും ബന്ധിപ്പിക്കുന്ന റോഡിൽ ഡൈവേർഷൻ എടുക്കണം. ഇവിടെ എത്തിച്ചേരാവുന്ന വഴി ഇതാ. കോട്ടയം മുതൽ മലരിക്കൽ ദൂരം 7.9 കിലോമീറ്റർ. കോട്ടയത്ത് നിന്ന് കുമരകം വരെയുള്ള റോഡിൽ ഇല്ലിക്കൽ ജംഗ്ഷനിൽ എത്തുന്നതുവരെ യാത്ര ചെയ്യുക. ഇല്ലിക്കൽ ജംഗ്ഷനിൽ നിന്ന് തിരുവരുപ്പ് റോഡിലേക്ക് ഇടത്തേക്ക് തിരിഞ്ഞ് കാഞ്ഞിരം കവല വരെ തുടരുക. കാഞ്ഞിരം കവലയിൽ കാഞ്ഞിരം ജെട്ടി റോഡിൽ ഇടത്തേക്ക് തിരിഞ്ഞ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ 2.7 കിലോമീറ്റർ വാഹനമോടിക്കുക. കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തിലും സാംസ്കാരിക പൈതൃകത്തിലും പരമ്പരാഗത ജീവിതശൈലിയിലും മുഴുകാൻ സന്ദർശകരെ അനുവദിക്കുന്ന സവിശേഷവും സമ്പന്നവുമായ ഒരു അനുഭവം മലരിക്കൽ വില്ലേജ് ടൂറിസം പ്രദാനം ചെയ്യുന്നു. ശാന്തമായ കായലുകൾ പര്യവേക്ഷണം ചെയ്യുകയാണെങ്കിലും കാർഷിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിലും പ്രാദേശിക സമൂഹത്തിന്റെ ഊഷ്മളമായ ആതിഥ്യം ആസ്വദിക്കുകയാണെങ്കിലും മലരിക്കൽ കേരളത്തിന്റെ ഗ്രാമീണ ജീവിതത്തിന്റെ ഹൃദയത്തിലേക്ക് ഒരു ആധികാരികവും അവിസ്മരണീയവുമായ യാത്ര നൽകുന്നു. മലരിക്കലിലേക്കുള്ള സന്ദർശനം പ്രകൃതിയിലേക്കുള്ള ഒരു പിൻവാങ്ങൽ മാത്രമല്ല, ഈ മനോഹരമായ പ്രദേശത്തിന്റെ ഊർജ്ജസ്വലമായ സംസ്കാരവുമായും സുസ്ഥിര രീതികളുമായും ബന്ധപ്പെടാനുള്ള അവസരം കൂടിയാണ്. ഞങ്ങൾ മടങ്ങുകയാണ്. എക്കാലയിൽ ട്രാവൽ ബ്ലോഗിന്റെ എല്ലാ വീഡിയോകളും യൂട്യൂബിൽ അവൈലബിൾ ആണ്. കാണാൻ മറക്കരുത്. വിവരസമാഹരണം കേരള ടൂറിസ്റ്റ് വകുപ്പിനോട് കടപ്പെട്ടിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പുതുതായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക.